ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് മഞ്ഞ ഗ്ലാസ്സൊക്കെ വെച്ച് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല പറയാനുള്ളത്, ഇത്തിരി സീരിയസ് ആയ ഒരു കാര്യമാണ്. വേറെ ഒന്നല്ല, ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റീഫൻ ഫ്ലെമിംഗ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹെഡ് കോച്ചായിട്ട് എന്താ പറയുക 2009 മുതൽ തുടരുന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ഹെഡ് കോച്ചായിരിക്കുന്ന ഒരു ടീമിൻ്റെ അങ്ങനെ കുറേ റെക്കോർഡുകൾ ഒക്കെ കൈവശമുള്ള ഒരാളാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ്. ന്യൂസിലൻഡുകാരനാണ്. പക്ഷെ പുള്ളി ഈ കൊല്ലത്തോടുകൂടി, ഈ സീസണോടുകൂടി CSKയുടെ കോച്ചിൻ്റെ സ്ഥാനം ഒഴിയുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ CSK മാനേജ്മെൻറ്റ് പുതിയൊരു കോച്ചിനെ തേടുന്നതായി ഇപ്പോൾ ഒരു ന്യൂസുകൾ വരുന്നുണ്ട്. നമുക്കത് കൃത്യമായ എന്താ പറയുക സത്യമാണോ ന്യൂസ് എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരുവിധം ഇന്ത്യയുടെ എന്താ പറയുക ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ ചാനലുകളൊക്കെ ഇത് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തൊട്ടാണ് അവർ പറയാൻ തുടങ്ങിയത്. അവർ പറയാനുള്ള റീസൺ 2023 ശേഷം CSKയുടെ അവിടെ ഒരു മികച്ചൊരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാര്യം എന്താ പറയുക, സ്റ്റീഫൻ ഫ്ലെമിംഗ് ലെജൻഡ് കോച്ച് എന്ന് പറയുന്നത്. കാരണം 5 കപ്പാണ് CSKയ്ക്ക് വേണ്ടി പുള്ളി എടുത്തു കൊടുത്തിരിക്കുന്നത് കോച്ചായിട്ട്. 10 സീസണിൽ ഫൈനലിൽ എത്തിച്ചു. ഇതിലും കൂടുതലൊരു കോച്ചിനെ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ പുള്ളി പഴയൊരു വൈബാണെന്നാണ് ഇപ്പോൾ ചെന്നൈയിൽ ഒരുവിധ ആരാധകരും മാനേജ്മെൻറ്റും കരുതി വരുന്നത്. പുതിയൊരു കോച്ചിനെ കൊണ്ടുവന്ന് മോഡേൺ 2020 രീതിക്കായ വ്യത്യസ്തമായ രീതികൾ എന്താ പറയുക ചെയ്ത് ചെന്നൈയെ പുതിയ ട്രാക്കിലാക്കാൻ ആണ് പുള്ളിയുടെ പ്ലാൻസ് എന്നാണ് നമുക്കറിയുന്നത് മാനേജ്മെൻറ്റിൻ്റെ. നമുക്കറിയില്ല പുള്ളിയെ പുറത്താക്കോ ഇല്ലയോ എന്നൊന്നും ഒരു ഒഫീഷ്യൽ കൺഫർമേഷനിലെ CSK ആയതുകൊണ്ട് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ സ്റ്റീഫൻ ഫ്ലെമിങ്ങിന്? നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ സക്സസ്സിന് ഏറ്റവും പിന്നിലെ റീസൺ എന്ന് പറയുന്നത് MS ധോണി ആയിരുന്നു. ധോണി ക്യാപ്റ്റൻസിയും കോച്ചായി ഫ്ലെമിങ്ങും വരുമ്പോൾ അതൊരു തീപ്പൊരു CSK. ആ CSK ഇപ്പോൾ പലരും മിസ് ചെയ്യുന്നുണ്ട്. ഗെയ്ക്വാദ് ക്യാപ്റ്റനായ ശേഷം ആ പഴയ പോലെ സ്റ്റീഫൻ ഫ്ലെമിങ്ങിന് എന്താ പറയുക ഒരു കോച്ച് എന്ന നിലയ്ക്ക് തിളങ്ങാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് വേറൊരു സത്യമാണ്. എന്നിരുന്നാലും കളിത്തൻ്റെ മികവ് കൊണ്ട് 10 സീസണിൽ ഫൈനലിൽ എത്തിപ്പിച്ചു. അതിൽ 5 കിരീടങ്ങൾ. അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ 2-3 സീസൺ പ്ലേ ഓഫിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ കൂടി പുള്ളിക്ക് 2 സീസൺ മാത്രമേ പ്ലേ ഓഫിൽ കയറാണ്ട് ചെന്നൈ പുറത്തായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നല്ലൊരു എന്താ പറയുക ഹെഡ് കോച്ചിനെ കിട്ടിയിട്ട് വേറെ ടീമുകളൊക്കെയാണ് കളിയില്ല. പക്ഷേ CSK കളിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്ര കൊല്ലമായിട്ട് CSK ഇതുപോലെ CSK എന്ന് ബ്രാൻഡാക്കി എടുത്തതിൽ പ്രധാന പങ്കുവച്ച ഒരാളാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ്. ആദ്യ സീസണിലെ ടീമിൻ്റെ കളിക്കാരനായിരുന്നു. പിന്നീട് അങ്ങോട്ട് കോച്ചിങ് ഡ്യൂട്ടി ഏറ്റെടുത്ത് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ധോണി പോയതിന് ശേഷമാണ് ഫ്ലെമിങ്ങിൻ്റെ എന്താ പറയുക ബോഡിയിലും എന്താ പറയുക എല്ലാത്തിലും ഒരു കോച്ചിങ് സ്റ്റൈലിലും ഒക്കെ ഒരു വ്യത്യസ്തത വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. എനിവേ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ്. ഇനിയിപ്പോൾ ഈ 2 കളി ബാക്കിയുണ്ട് ചെന്നൈക്ക്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ 2 ജയിച്ച് ഞാൻ പ്ലേ ഓഫിൽ കയറാം, ഇനി കിരീടം നേടാം, എന്തും സംഭവിക്കാം. അപ്പോൾ ഡിസിഷൻ മാറൂല്ല എന്നൊന്നും അറിയില്ല. അതൊക്കെ നമുക്ക് അപ്പോൾ അറിയുള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ വന്നൊരു ന്യൂസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എനിവേ എനിക്ക് തോന്നുന്ന ഒരു CSK പുള്ളിയെ ഒഴിവാക്കാൻ ചാൻസ് കുറവാണ്. എനിക്ക് എന്തായാലും മിനിമം 2 സീസൺ കൂടി പുള്ളിയെ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സീസണെങ്കിലും വയ്ക്കും. കാരണം 2028 ഈ മെഗാലയം വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് വരെ പുള്ളി തന്നെയായിരിക്കും ഹെഡ് കോച്ചായി തുടരാനാണ് എനിക്ക് തോന്നുന്നത്. അതും ഇനി മാനേജ്മെൻറ്റ് കാശി വിശ്വനാഥൻ പുതിയ വല്ല പ്ലാനിങ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എനിവേ എനിക്ക് തോന്നുന്നത് ഫ്ലെമിംഗ് തുടരുന്നതായിരിക്കും നല്ല. കാരണം കാർത്തിക് ശർമ്മ പോലത്തെ പുതുതാരങ്ങളെ ടീമിലെത്തിച്ചത്, ബ്രിവിസ്, ആയുഷ് മാത്ര ഇങ്ങനത്തെ താരങ്ങളൊക്കെ എത്തിച്ചു, ഉറുവിൽ പട്ടേൽ ഇവരൊക്കെ എത്തിച്ചതിന് പിന്നിൽ സ്റ്റീഫൻ ഫ്ലെമിങ്ങിൻ്റെ കരുത്തുറ്റ കൈകളുണ്ട്. സോ യങ് ടാലൻസിനെ കണ്ടെത്താൻ ഒരു മടിയില്ലാത്തൊരു ബെസ്റ്റ് കോച്ചാണ്. ഇന്ത്യൻ കണ്ടീഷൻസ് അറിയുന്ന ഒരു കോച്ചാണ്. ഇനി ഇതുപോലൊരു കോച്ചിനെ വിട്ട് കളഞ്ഞാൽ കിട്ടുമോ എന്ന് CSKക്ക് ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ CSK വിട്ട് കളയില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം CSKക്ക് അറിയാം പുള്ളിയുടെ പ്രാധാന്യം. പുള്ളിക്ക് കൊല്ലങ്ങളായിട്ട് ആ ടീമിൻ്റെ കൾച്ചർ അറിയാം. ആ ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പുള്ളിക്ക് ആ ബ്രാൻഡിൻ്റെ വാല്യൂ അറിയാം. വേറൊരു കോച്ച് വന്നതിന് എങ്ങനെ ഇപ്പം നമ്മുടെ പഴയ പ്ലേയേഴ്സായിട്ട് പുതിയ പ്ലേയേഴ്സായിട്ടും മിങ്കിൾ ചെയ്ത് പോവും, അത് ഒത്തുപോവും എന്നതിലും ചെന്നൈ മാനേജ്മെൻറ്റിന് വളരെയധികം സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ CSK മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരിക്കലും CSK അങ്ങനെ ഒരു വിഡിത്തം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റീഫൻ ഫ്ലെമിങ്ങിനെ തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒരു കൊല്ലം കൂടി ഫ്ലെമിങ്ങിന് കൊടുക്കും. അതിനുള്ളിൽ ഒരു കിരീടം നേടി കൊടുക്കുകയാണെങ്കിൽ ഫ്ലെമിങ്ങിന് വീണ്ടും 2-3 വർഷം കോൺട്രാക്റ്റ് കൊടുക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നമുക്കിതിൽ വ്യക്തമായി ഒന്നും അറിയില്ല. ഇപ്പോൾ നമുക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസ് നമ്മൾ പറയണമെന്നുള്ളൂ. നമുക്കിതിൽ കൂടുതലൊന്നും ഇതിലറിയില്ല. ESPN സ്പോർട്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെയിം ന്യൂസ്. അപ്പോൾ അത് അടുത്ത വൃത്തങ്ങൾ CSK മാനേജ്മെൻറ്റ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന ന്യൂസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് പ്രചരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കത് എന്താ പറയുക കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ സീസൺ കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റും. ഇനിയിപ്പോൾ ഈ സീസണിൽ ചെന്നൈ കപ്പടിച്ചാൽ ഇതെല്ലാം മാറി പറയും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. എല്ലാം എന്താ പറയുക അടുത്ത 2 കളിയിനനുസരിച്ചിരിക്കും. എനിവേ ഫ്ലെമിങ്ങിൻ്റെ പോലെ ഒരു ബെസ്റ്റ് കോച്ച് CSK വിട്ട് കളഞ്ഞ വേറെ അടിപൊളി ടീമുകൾ, കുറേ ടീമുകൾക്ക് കോച്ചിങ് സ്റ്റാഫ് ഇല്ലാണ്ട് ഒരു മിസ്സിങ് അനുഭവിക്കുന്നുണ്ട്. അവരെന്തായാലും റാഞ്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് CSKക്ക് നന്നായി അറിയാം. അതുകൊണ്ട് CSK ഒരിക്കലും ചെന്നൈയിൽ നിന്ന് ഫ്ലെമിങ്ങിനെ പറഞ്ഞു വിടില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഈ വീഡിയോ നിർത്തുകയാണ്.
ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫോർ ഫ്ലെമിംഗ്.